എല്ലാ ഫിൽമി ടോക്സ് പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില തിരക്കുകളും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് നമുക്ക് സ്ഥിരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാരണമാണ് ഈ അനാലിസിസ് വീഡിയോ ഇത്തിരി നീണ്ടുപോയത്. ഇത്തിരി ലേറ്റായിട്ട് ആണെങ്കിൽ നമ്മൾ ഏകദേശം ഓടി അടുത്തെത്താറായി. അടുത്ത വർഷം വിഷു എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലെത്തുന്നത് വിഷുക്കാലത്ത് റിലീസാവാറുള്ള ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ദിലീപേട്ടൻ്റെയും ജയറാമേട്ടൻ്റെയും ഒക്കെ സിനിമകളാണ് അല്ലേ? അതെ അതെ. അത്തരം മനോഹരമായ വിഷു പടക്കങ്ങൾ വിഷു പടങ്ങൾ ഈ വിഷുവിന് ഒരു ഭാഗത്തു നിന്നും വന്നില്ല. പിന്നെ നമ്മുടെ ഈ സൂപ്പർ താരങ്ങളുടേതല്ലാത്ത ചില സിനിമകൾ ഈ വിഷുവിനും വിഷു അടുപ്പിച്ചും പിന്നെ ഏപ്രിൽ മാസമായിട്ടും ഒക്കെ റിലീസായിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നും വിഷുവിന് റിലീസായി അതിലേതൊക്കെ പടങ്ങൾ പടക്കം പോലെ പൊട്ടിയെന്നും ബാണക്കുറ്റി പോലെ കയറി പോയെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് ഒരു വീഡിയോ കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ ഒരുപാട് മെയിൻ പടങ്ങളൊന്നും ഇത്തവണ വിഷുവിന് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഏപ്രിൽ മാസത്തിൽ ലാലേട്ടൻ മമ്മൂക്ക പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്കൊപ്പം മത്സരിക്കാൻ 2 യൂത്തന്മാരും ഉണ്ടായിരുന്നു. ലാലേട്ടൻ ലാസ്റ്റ് ആണ് വന്ന് തിരികൊളുത്തിയതെങ്കിലും വിഷുവിന് ആദ്യം മെയിൻ ആയിട്ട് റിലീസായത് 3 പടങ്ങളാണ്. അതും ഒരു ദിവസം. നേരത്തെ പറഞ്ഞ സീനിയറിനൊപ്പം മുട്ടാൻ വന്ന യൂത്തന്മാരും ഇതിൽപ്പെടും. അങ്ങനെ വന്ന മമ്മൂക്ക പടം ബസൂക്ക. ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക, ഗൗതം മേനോൻ, സിദ്ധാർത്ഥ് ഭരതൻ, ദിവ്യ പിള്ള എന്നിവർ മെയിൻ ലീഡായി വന്ന ആദ്യ വിഷു റിലീസാണ്, അല്ലെങ്കിൽ ഏപ്രിൽ റിലീസാണ് ബസൂക്ക. ആദ്യം വന്ന പടമെന്ന് നമുക്ക് പറയാൻ പറ്റൂല, കാരണം 3 പടങ്ങൾ ഒരു ദിവസമാണല്ലോ റിലീസ് ആവുന്നത്. എന്നാലും നമുക്ക് മമ്മൂക്ക ഫസ്റ്റ്. അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ സംവിധായകൻ ഡീനോ ഡെന്നിസ് എന്ന് പറയുന്നത് നമ്മുടെ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകനാണ്. ഏപ്രിൽ 10 പടം റിലീസ് ആവുന്നത്. റിലീസിന് മുന്നേ ഒരു ഹൈപ്പും ഇല്ലാണ്ട് ഒരു പ്രൊമോഷനും വലുതായി കൊടുക്കാതെ വന്നൊരു മമ്മൂക്ക പടം കൂടിയായിരുന്നു ബസൂക്ക. കാരണം വേറെ ഒന്നുമല്ല, പലർക്കും അറിയാം ഈ പടം കുറേ നാളായിട്ട് ഇപ്പൊ റിലീസാവും ആവൂല, ഇപ്പൊ ആവും ആവൂല, ഇപ്പൊ ആവും ആവൂല എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരൊക്കെ ഇട്ട് വലിപ്പിച്ചൊരു പടമാണ്. ഇടയ്ക്ക് റീഷൂട്ടൊക്കെ ചെയ്തതും കേട്ടിരുന്നു. ആ ടൈമിൽ നമുക്കൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സംവിധായകൻ ഡീനോ കഥ പറയാൻ വന്നതാണെന്നും പുള്ളിയുടെ നരേഷൻ ഇഷ്ടപ്പെട്ട് നമുക്ക് പുള്ളിയോട് തന്നെ സംവിധാനം ചെയ്യാൻ പറഞ്ഞതാണെന്നും ഒക്കെ. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഈ കഥ കേട്ടിട്ടാണോ ഇംപ്രസ് ആയത് എന്ന് തോന്നിപ്പോയി. സംഭവം സംവിധായകന്റെ ആദ്യ സിനിമയാണ്. അതിൻ്റെതായ രീതിയിൽ പുള്ളി മേക്കിംഗ് വലിയ തിരക്കേടില്ലാതെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും സ്ട്രോങ് അല്ലാത്തൊരു സ്ക്രീൻ പ്ലേയും അതിലേക്ക് ഗെയിമിംഗ് പരിപാടികളും കൂടി കൊണ്ടുവന്നപ്പോൾ എനിക്ക് പേഴ്സണലി തീരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല പടം. സാധാരണ ഒരു മമ്മൂക്ക പടം മോശമാണെങ്കിലും അതിൽ അഭിനയിച്ചവരുടെ പെർഫോമൻസുകൾ മികച്ചതായിരിക്കാറുണ്ട്. പക്ഷെ ഈ പടത്തിൽ എന്തോ ഗൗതം മേനോൻ ഉൾപ്പെടെ ആരുടെയും പെർഫോമൻസ് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. അതിപ്പോ മമ്മൂക്ക ആണെങ്കിൽ പോലും. പടം റിലീസായ ടൈമിൽ കുറെ പേര് തള്ളി മറിച്ചിരുന്നു. അവസാനത്തെ 20 മിനിറ്റ് മാരകമാണ്, ഭയങ്കര പെർഫോമൻസ് ആണെന്നൊക്കെ. മമ്മൂട്ടിയുടെ മറ്റൊരു വിസ്മയമാണ് സത്യം പറഞ്ഞ എനിക്ക് ആ സീനെ കണ്ടപ്പോ ചിരിയാണ് വന്നത്. ഇത്രയും ലെജൻഡറി ആയൊരു നടനെ കൊണ്ടുവന്നിട്ട് ഇത്രയും പെർഫോമൻസ് എന്തോ എനിക്കെന്തോ ആ സീനും ആ ഈ 20 മിനിറ്റ് നീ പറയുന്ന പരിപാടികളൊന്നും അത്ര ഒരു വർക്കായില്ല. പിന്നെ ഈ പടത്തില് എടുത്തു പറയേണ്ട ഒരു എൻട്രി ഉണ്ട്, ഒരു 1.5 കാമിയോ. ഈ ക്യാമിനെ പറ്റി പറഞ്ഞല്ലോ വളരെ മോശമായിരുന്നു. എന്തിനാ അവിടെ കൊണ്ടിട്ടു എന്ന് തോന്നിപ്പോയി. ഈ ക്യാമിനെ ക്യൂട്ടാണ്. ആ ക്യാമിയോ കൂടി വന്നപ്പോൾ പടത്തിന്റെ നിലവാരം എന്താണെന്നും പോക്ക് എന്താണെന്നും ഒക്കെ ഏകദേശം പിടികിട്ടി. ഇത് നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കേണ്ടതായിരിക്കും. എന്ത് തന്നെ ആയാലും എന്നെ പോലെ തന്നെ ആവും ഭൂരിഭാഗം പേരുടെ അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. തിയേറ്ററിൽ ഒരു രീതിക്കും ഈ സിനിമ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയില്ല. ശരി, പ്രേക്ഷകരെ പോട്ടെ, പേഴ്സണലി എനിക്ക് പടം ഒരു തൃപ്തികരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. പിന്നെ പടത്തിന്റെ മ്യൂസിക് അത് വേറെ ലെവൽ തന്നെയായിരുന്നു. അത് മാത്രമാണ് ഈ പടത്തിൽ എനിക്ക് പോസിറ്റീവായി തോന്നിയത്. എന്തായാലും പടം തിയേറ്ററിൽ അത്ര വലിയ വിജയമൊന്നും ആയില്ല. വലിയ വിജയമൊന്നല്ല, വിജയമായില്ല, പൊട്ടി. അതിനാണ് വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇനി പറയാൻ പോകുന്നത് ആദ്യം പറഞ്ഞ യൂത്തന്മാരുടെ പടമാണ്. 2 യൂത്തന്മാർക്കാണ് ഈ വിഷുക്കാലത്ത് പരസ്പരം മത്സരിക്കേണ്ടി വന്നത്. അതിലൊരാൾ ഒരു ഗസ്റ്റ് റോൾ ചെയ്ത് ആ പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ മറ്റൊരാൾ ടീമായിട്ട് വന്നു. ആദ്യം പ്രൊഡ്യൂസറായി വന്ന യുവ സൂപ്പർ താരം ടൊവിനോ തോമസ്. സിനിമ മരണമാസ്. ടൊവിനോ തോമസിന്റെ നിർമ്മാണത്തിൽ ശിവപ്രസാദ് സംവിധാനം ചെയ്ത സിനിമയാണ് മരണമാസ്. ബേസിൽ ജോസഫ്, അനിഷ്മ അനിൽകുമാർ, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ എന്നിവരൊക്കെയാണ് പടത്തിലെ ലീഡ് റോളുകളിൽ വന്നിട്ടുള്ളത്. ബേസിൽ ജോസഫ് ഉണ്ടോ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ആ പതിവ് മരണമാസിലും തെറ്റിയില്ല.
ഒരു സറ്റേറിക്കൽ കോമഡി എന്റർടൈനറാണ് മരണമാസ്. ഈ സറ്റേറിക്കൽ എന്ന് പറയുമ്പോൾ ഈ പടത്തിൽ ഒരു സീനുണ്ട്, ഒരു പ്രമുഖ പത്രം പഴം പൊതിച്ച് വെക്കുമ്പോൾ പഴം വലുതാകുന്നു. എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കൊക്കെ സുഖമാ. ഈ മൂഡില് നമുക്ക് ചിരിച്ചു കാണാമെന്നുള്ള ചില ഐറ്റംസ് ഉണ്ട് പടത്തിൽ. കുറെ സിനിമകളുടെ റെഫറൻസുകൾ, വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രം ഗസ്റ്റ് റോൾ ചെയ്തു പോയ പ്രൊഡ്യൂസർ, അങ്ങനെ നീളുന്നു മരണമാസിന്റെ പ്രത്യേകത. ഇത് റിലീസായ ദിവസം ഒരു ആവറേജ് റിപ്പോർട്ട്സ് ഒക്കെയാണ് പടത്തിന് വന്നത്. കാരണം ഒരു ബേസിൽ ജോസഫ് സിനിമ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പലരും ഭയങ്കരമായ എന്റർടൈൻമെന്റ് പ്രതീക്ഷിക്കും ബേസിൽ ജോസഫ് നായകരാകുന്ന സിനിമകളിൽ നിന്ന്. പക്ഷേ ഇവിടെ അത്രയ്ക്കും വലിയൊരു പക്ക എല്ലാ പ്രേക്ഷകരും തൃപ്തിപ്പെടുത്തുന്ന ഒരു കോമഡി എന്റർടൈനർ ഒന്നും ആയിരുന്നില്ല മരണമാസ്. ഈ പടത്തിൽ എന്റർടൈൻമെന്റ് ഉണ്ട്, പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ, ഒരു സറ്റേറിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു വൈബ് കിട്ടിയാൽ പടം ഗംഭീരമായിട്ട് വർക്കാവും. ഈ സിനിമ റിലീസായപ്പോഴും ഇതുപോലെ 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന റിവ്യൂസ് ആയിരുന്നു. കുറേ പേര് ഭയങ്കരമായിട്ട് ചിരിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ചിലർ വെറും കൂറപ്പടമാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അതൊക്കെ അത്യാവശ്യം കണക്ട് ആയതുകൊണ്ട് ചിരി വന്നു. പിന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് സിജു തന്നെയാണ് കേട്ടോ. പുള്ളിയുടെ ചില സീനുകൾക്കൊക്കെ ഇപ്പോൾ OTT റിലീസിന് ശേഷം ചെറിയ രീതിയിൽ ഊക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പടം എന്തായാലും തിയേറ്ററിൽ വലിയൊരു വിജയമൊന്നും ആയില്ല, എന്നാലും ഒരു ആവറേജ് വിജയം നേടിയാണ് മരണമാസ് തിയേറ്റർ വിട്ടത്. ആലപ്പുഴ ജിംഖാന. ആദ്യം പറഞ്ഞ പോലെ മെഗാസ്റ്റാറിനോടൊപ്പം ക്ലാഷ് വെച്ച 2 യൂത്തന്മാരിൽ രണ്ടാമത്തെ ആളുടെ കാര്യമാണ് പറയുന്നത്. നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. നസ്ലിൻ മാത്രമല്ല, ലുക്മാൻ ഗണപതി, സന്ദീപ്, ബേബിജിൻ, അങ്ങനെ ഒരു ലോഡ് യൂത്തന്മാർ കൂടി ടീമായി വന്ന പടം കൂടിയാണ് ജിംഖാന. സെയിം തല്ലുമാല ടീം ഒന്നിച്ച പടം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഒരു പക്ക കളർഫുൾ എന്റർടൈനർ തന്നെയായിരുന്നു പടം. നിഷാദ് യൂസഫ് എഡിറ്റ് ചെയ്ത അവസാന സിനിമകളിൽ ഒന്നുകൂടിയാണ് ജിംഖാന. റിലീസിന് മുന്നേ തന്നെ ഭയങ്കരമായ പ്രൊമോഷനോ പരിപാടികളോ ഒന്നും തന്നെ പടത്തിന് ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും ആദ്യ ദിനം ഏകദേശം 2 കോടിക്ക് മുകളിലായിരുന്നു ഗ്രോസ്. അതിന് പ്രധാന പങ്ക് വഹിച്ചത് നസ്ലന്റെ ഇപ്പോഴത്തെ സ്റ്റാർഡം തന്നെയാണ്. പ്രേമലൊക്കെ 130 കോടി അടിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ചെക്കൻ തമിഴ്നാട്ടിലും തെലുങ്കിലും എല്ലാം ട്രെൻഡാണല്ലോ. പിന്നെ കേരളത്തിലെ കാര്യം പറയണ്ട. ആദ്യ ഷോയ്ക്ക് ശേഷം സമ്മിശ്ര പ്രതികരണമാണ് പടത്തിന് വന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ നസ്ലന്റെ സ്റ്റാർഡം ഒന്നുകൊണ്ട് മാത്രം പടം പതിയെ കയറി വന്നു. ഈ മരണമാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും വേറെ കുറെ പേർക്ക് ഒട്ടും കണക്ട് ആവാതെ പോയൊരു സിനിമ കൂടി ആയിരുന്നു ആലപ്പുഴ ജിംഖാന. അതിന്റെ പ്രധാന കാരണം ഈ പടത്തില് കഥയില്ല. അയ്യന്റെ മോനെ. ഖാലിദ് റഹ്മാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ കുറച്ച് പിള്ളേർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സ്പോർട്സ് കോട്ട വഴി കയറാൻ ശ്രമിക്കുന്നതും അതിനവർ തിരഞ്ഞെടുക്കുന്നത് ബോക്സിംഗുമാണ്. ഈ ഒരു ടെംപ്ലേറ്റിനെ നല്ല കിടിലൻ സിനിമാറ്റോഗ്രഫി കൊണ്ടും ഗംഭീര മേക്കിംഗ് കൊണ്ടും പിടിച്ചിരുത്താൻ ഈ പടത്തിന്റെ ടീമിന് ആയിട്ടുണ്ട്. പെർഫോമൻസുകളെല്ലാം കിടുവായിരുന്നു. നസ്ലിനായാലും ബാക്കി കൂടെ ഉള്ളവരായാലും എല്ലാവരും കിടുവായിട്ട് തന്നെ ചെയ്തു. ഈ പടത്തിലെ സന്ദീപിന്റെ പെർഫോമൻസ് ഒക്കെ കിട്ടുമായിരുന്നു. പുള്ളി ഇപ്പോൾ പടക്കളം എന്ന സിനിമയിലും നൈസ് ആയിരുന്നു. നസ്ലിൻ ഒരു കോമ്പറ്റീറ്റർ ആകുമോ സന്ദീപ് പ്രദീപ് എന്ന് നമുക്ക് കണ്ടറിയണം. പിന്നെ മ്യൂസിക്കിന്റെ എഡിറ്റിംഗിന്റെ കാര്യം പറയണ്ടല്ലോ. വിഷ്ണു വിജയും നിഷാദ് യൂസഫും രണ്ടും നല്ല വൈബായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഹെവി ടാലന്റ് തന്നെയായിരുന്നു നിഷാദ് യൂസഫ്. പുള്ളി എന്തുകൊണ്ട് ഇത്രയും നേരത്തെ ഇങ്ങനൊരു തീരുമാനമെടുത്ത് പോയി എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. പിന്നെ ചിലപ്പോൾ അത്രയ്ക്കും എന്തെങ്കിലും നമുക്കറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അല്ലേ. എന്തായാലും പടം തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത് 50 കോടിക്ക് മുകളിലാണ്. 65 കോടി എന്നൊക്കെ കണക്ക് വരുന്നുണ്ട്. ഈ കോടിക്കണക്ക് മിക്സഡ് റിവ്യൂസ് വെച്ചിട്ടാണെന്ന് കൂടി ഓർക്കണം കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് തുടരും. ലാലേട്ടനെയും ശോഭനയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയാണ് തുടരും. ഈ പടത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് റിലീസ് നീട്ടി വെച്ചൊരു പടമാണ്. അതായത് എമ്പുരാനൊക്കെ റിലീസ് ആവുന്നതിന് മുന്നേ റിലീസ് ആവാനിരുന്ന സിനിമയായിരുന്നു തുടരും. ജനുവരിയിലൊക്കെ റിലീസ് ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത പടം, ജനുവരി 30 പക്ഷെ പടത്തിലെ വർക്കുകൾ തീരാനുള്ളത് കൊണ്ടാവണം ഇത് ഇത്രയും നീണ്ടു പോയത്. അതെന്ത് കാരണം കൊണ്ടായാലും അത് നന്നായി എന്ന് വേണം പറയാൻ. കാരണം എമ്പുരാന്റെ ഒരു ക്ഷീണത്തിൽ നിന്ന ലാൽ ഫാൻസിനെയും എന്നിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ വരെ തൂക്കി നിർത്തിയില്ലേ തുടരും. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആണ്. അന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞു, റിലീസ് മാറ്റി വെക്കുന്നു എന്നും പറഞ്ഞു ഒക്കെ തരുൺ മൂർത്തിയെ തെറി വിളിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. വേറെ ആരുമല്ല, ലാലേട്ടൻ ഫാൻസിന്റെ. ഞങ്ങൾക്കെല്ലാം ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, ലാലേട്ടൻ. അവരൊക്കെ ഇന്ന് തരുൺ മോൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ലെവലിലാണ് കാണുന്നത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ ആക്ടർ മോഹൻലാലിനെ തിരിച്ചു തരാൻ തരുണിന് തുടരുമിലൂടെ സാധിച്ചു. ഇതിൽ ചില സീനുകളൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയി. പ്രത്യേകിച്ച് ആ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ. ഒരു ഫാൻ ബോയ് തന്റെ ഇഷ്ടനടനെ എങ്ങനെ കിടുവായി പ്രസന്റ് ചെയ്യണമെന്ന് തരുൺ കാണിച്ചു തന്നു. ചുരുക്കി പറഞ്ഞാൽ രാജുവേട്ടൻ എവിടെ പരാജയപ്പെട്ടോ അവിടെ തരുൺ മൂർത്തി ബെന്നിക്കൊടി പാറിച്ചു.
ടെക്നിക്കലി ആയാലും പടം കിടുവാണ്. പിന്നെ ജെക്സ് ബിജോയ് മലയാളത്തിൽ ഒരു പടം തുടക്കം തൊട്ട് അവസാനം വരെ കത്തിച്ച് നിർത്തണമെങ്കിൽ ഇപ്പോ ജെക്സ് ബിജോയ് അണ്ണനെ കൊണ്ടേ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സുഷിൻ ശ്യാം എവിടെ? സുഷിന്റെ പടം വന്നിട്ട് കുറെ കാലമായില്ലേ അല്ലേ? ലാസ്റ്റ് ഏത് പടം വന്നു? ആവേശത്തിന് ശേഷം ഏതാ വന്നു സുഷിന്റെ ലാസ്റ്റ് പടം? മറന്നുപോയി. സുഷിൻ വരട്ടെ, അതുവരെ ജെക്സ് ബിജോയ് ഭരിക്കട്ടെ. KR സുനിലാണ് തുടരുമിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിൽ തരുൺ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സിനിമ ഒരുപാട് പേരിലേക്ക് പോയിട്ടാണ് അവസാനം തന്റെ അടുത്ത് എത്തിയെന്ന്. അതെന്തായാലും നന്നായി. ഒരു കടുത്ത ഫാൻ ബോയ്ക്ക് ഇത്ര ഗംഭീരമായി ലാലേട്ടനെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതിപ്പോൾ ലാലേട്ടന്റെ മകനായി അഭിനയിച്ച ആനന്ദത്തിലെ തോമസ് മാത്യു മുതൽ ഇതിലെ അവസാനത്തോട് അടുക്കുമ്പോൾ കാണിക്കുന്ന ആ കൊച്ചു ബന്ധിന്, ആ പട്ടി വരെ, മഴ വരെ കിടുവായിട്ട് ചെയ്തു. കുറെ കാലത്തിന് ശേഷം ശോഭന ചേച്ചിയൊക്കെ ഒരു പക്ക വീട്ടമ്മ, അതായത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആരെയൊക്കെയോ പോലെ തോന്നിപ്പോയി. പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരാളെ കൂടി പറയാതെ നിർത്താൻ പറ്റില്ല. പടത്തിലെ വില്ലൻ ജോർജ് സാർ അഥവാ പ്രകാശ് വർമ്മ എന്തൊരു കിടിലൻ നടനാണ് പുള്ളി. ആദ്യമായിട്ടാണ് ഒരു മുഴുനീള വേഷത്തിൽ അഭിനയിക്കുന്നതെങ്കിലും അതിന്റെ യാതൊരു പതർച്ചയും ഇല്ലാത്ത ഗംഭീര പ്രകടനം. ഇത് എന്റെ കഥയാടാ, ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാടാ. പുള്ളി പോലെ തന്നെ പ്രശംസ അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ബിനു പപ്പുവിന്റെയും. പുള്ളിക്കാരനും ബെന്നിയായിട്ട് അങ്ങ് ജീവിച്ചു. തുടരുമിന്റെ വിജയം സന്തോഷമാണ് ഓഫ് കോഴ്സ്, അതിലുപരി ഒരു ഞെട്ടൽ കൂടിയാണ് ഒരുപാട് പേർക്ക് സമ്മാനിച്ചത്. കാരണം യാതൊരു പ്രൊമോഷനും ഇല്ലാതെ, അതായത് ലാലേട്ടനും ശോഭന മാം പോലും പ്രൊമോഷന് ഇല്ല, ആകെ സംവിധായകൻ തരുൺ മൂർത്തി മാത്രം വന്നിരുന്ന് കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തു എന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നുമില്ല. ഒരു പാട്ടിറങ്ങി, നല്ല മുട്ടായി പോലൊരു പാട്ട് MG അണ്ണന്റെ. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ. അതല്ലാതെ സാധാരണ മറ്റ് സിനിമകൾക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ വന്നൊരു സിനിമയാണ് തുടരും. ലോ ഹൈപ്പിൽ വന്നൊരു പടം. ആ പടം തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തത് ഏകദേശം 250 കോടി രൂപയ്ക്ക് അടുത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇതിന്റെ പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്തേട്ടൻ പോലും വിചാരിച്ചു കാണില്ല ഈ പടം ഈ ലെവൽ കൊളുത്തു. അതിന്റെ റീസൺ ഒറ്റ പേര്, മോഹൻലാൽ. ലാലേട്ടന്റെ ഒരു പടത്തിന് പോസിറ്റീവ് വന്നാൽ പിന്നെ ബോക്സ് ഓഫീസിന്റെ വിധി എഴുതുന്നത് ലാലേട്ടൻ തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് ഇന്ത്യയാണ്. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജാണ്. എന്ത് തന്നെ ആയാലും ഒരു കടുത്ത ലാലേട്ടൻ ആരാധകന് ഒരു ദശാബ്ദത്തേക്ക് ആഘോഷിക്കാനുള്ള ഐറ്റം തുടരുമില്ലുണ്ട്. സാധാരണ ലാലേട്ടന്റെ പരിപാടി അങ്ങനെ തന്നെയാണ്. ഒരു ഡീക്കേഡിൽ ഒരു വമ്പൻ ഈറ്റ് കൊടുക്കും, പിന്നെ കുറച്ച് ദിവസം പുള്ളി ഒളിവിൽ പോകും, കുറച്ച് ഫ്ലോപ്പ് പടങ്ങളൊക്കെ ചെയ്യും. മേജർ രവി, ബി ഉണ്ണികൃഷ്ണൻ, അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ പടങ്ങൾ ചെയ്ത് ഒരു സൈഡിലേക്ക് പൊട്ടിച്ച് പോകും. ലാലേട്ടൻ ഇനി ഇല്ല, മോഹൻലാൽ നശിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് കയറി വന്ന് ഒരു അടി അടിച്ച് അതുവരെ ഉണ്ടായിരുന്ന സകലതും പൊളിച്ച് പുള്ളി വീണ്ടും ടോപ്പിലെത്തും. അങ്ങനെ ഇനി ഒരു 10 കൊല്ലം പുള്ളിക്ക് ഒരു ഹിറ്റ് പോലും ഇല്ലെങ്കിലും ഈ ഒരു ഒറ്റ പടം മതി. മലയാളികളുടെ ഉള്ളിലെല്ലാം ഒരു മോഹൻലാൽ ഫാൻ ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങിക്കിടന്ന സ്ലീപ്പർ സെൽസ്, തരുൺ മൂർത്തിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉറങ്ങിക്കിടന്ന സ്ലീപ്പർ സെല്ലായ മോഹൻലാൽ ഫാനിനെ പുറത്തു കൊണ്ടുവന്ന സിനിമ കൂടിയായിരുന്നു തുടരും. ലാലേട്ടൻ തുടരും. എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഏപ്രിൽ മാസം റിലീസായ മലയാള സിനിമകൾ. ഈ തുടരും സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു റിവ്യൂ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, വെറുതെ ചെയ്ത് നോക്കിയതാണ്. കുറേ പേർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഒരുപാട് സന്തോഷം. പിന്നെ റിവ്യൂ അങ്ങനെ തുടർന്നില്ല. 1-2 തുടരുമെന്ന് ഞാൻ അതിൽ പറഞ്ഞെങ്കിലും റിവ്യൂ തുടർന്നില്ല. പിന്നെ റെട്രോ അങ്ങനെ 1-2 റിവ്യൂസേ ഇട്ടുള്ളൂ. റിവ്യൂ വേണോ ശരിക്കും ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ പറയുക. ഇത് റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ തുടരുമിൻ്റെ റിവ്യൂ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കുക, എന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇനി ഇതൊന്നും കൂടാതെ ഷൊഗല്ലേ വേറെ കുറച്ച് സിനിമകളൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹറ്റാനെ ഉഡായ, കേക്ക് സ്റ്റോറി, പടക്കുതിര, ഹിമുർച്ചി എന്നിവയൊക്കെയാണ് അങ്ങനെ വന്നുപോയ പടങ്ങൾ. ഈ സിനിമയുടെ പേര് ഇതെന്താണ്? ചൈനീസ് പേരുകളാണ്, കൊറിയൻ പേരുകൾ. എന്താണ് ഇതൊക്കെ ഏത് പടം? ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? ഇതൊക്കെ റിലീസ് ആയെന്ന് പോലും അറിഞ്ഞോളൂ. ഞാൻ ഈ പേര് പോസ്റ്റർ ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ല. വിക്കിപീഡിയ ഉള്ളത് കൊണ്ടാണ് ഈ ലിസ്റ്റ് എടുത്തത്. ഇങ്ങനെ പടം ശരിക്കും പടം ഉണ്ടോ ഇങ്ങനെ? അതാ വിക്കിപീഡിയയിൽ ആരെങ്കിലും ചുമ്മാ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പടം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.